അപ്പനാന്നുള്ള ബോധ്യത്തോടു കൂടെ ജീവിക്കുക. അപ്പൊ അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിച്ചവരായ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, എനിക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. എന്ത് പ്രതിബന്ധങ്ങളും എന്ത് പ്രതിസന്ധികളും എന്ത് സങ്കടങ്ങളും വന്നാലും ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്യും. ബിക്കോസ് ഐ നോ ദാറ്റ് ദർ ഈസ് ഫാദർ ഫോർ മീ ഇൻ ഹെവൻ. ദൈവം എനിക്ക് പിതാവായിട്ടുണ്ട് എന്നൊരു ബോധ്യം. അപ്പൊ അതുകൊണ്ട് അതാണ് മാമോദീസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എല്ലാവരും ചിൽഡ്രൻ ഓഫ് ഗോഡ് ആണ്. ബട്ട് ത്രൂ ബാപ്റ്റിസം, by the help of the parents and godparents, the child is acknowledging that yes, I am a child of God. Those who are not receiving baptism, we don't know, but they are not publicly professing that God in heaven is my father. അപ്പോൾ ആ ഒരു പ്രൊക്ലമേഷൻ ആണ് മാമോദീസയുടെ. അപ്പോൾ ആ ഒരു അഭിമാനത്തിൽ ജീവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട മാമോദീസ സ്വീകരിച്ച നമുക്ക് ദൈവം സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ബാപ്റ്റിസത്തിലൂടെ സംഭവിക്കുന്ന we become a member of the church, we become an organ in the body of Christ. ഈശോയുടെ സഭയിൽ അംഗമായി തീരുന്നു. ഇന്ന് വരെ ഈ കുഞ്ഞ് ഒരു കുടുംബത്തിലെ മാത്രം കുഞ്ഞായിരുന്നു. എബിന്റെയും ഫെമിയുടെയും ഇവാന്റെയും അവറാന്റെയും അല്ലെങ്കിൽ അവരുടെ ഗോഡ് പേരൻ അല്ലെ അവരുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബത്തിലെ അംഗമായിരുന്ന ഒരു കുഞ്ഞ് ഇന്ന് തൊട്ട് സഭയാകുന്ന വലിയ കുടുംബത്തിലെ അംഗമായി തീരും. നമ്മുടെയൊക്കെ പാരമ്പര്യം നമുക്കറിയാം. ഓൺ ദ 7th day we were giving baptism. 7ാം ദിവസം തന്നെ കുഞ്ഞിന് മാമോദിസ കൊടുക്കുന്ന പാരമ്പര്യമാണ്. കാരണം നമ്മൾ അന്നാണ് കുഞ്ഞിനെ ആദ്യമായിട്ട് മിക്കവാറും തന്നെ ബാക്കിയുള്ളവരൊക്കെ കാണുന്നത്. ഇപ്പൊ നമ്മൾ കുറെ കാലം കഴിഞ്ഞ് മാമോദിസ കൊടുക്കുന്ന പിള്ളേരെ കുഞ്ഞിനെയൊക്കെ നമ്മൾ ഒരുപാട് തവണ മറിയത്തേക്ക് നമ്മൾ പല തവണ കണ്ടു കഴിഞ്ഞു. പക്ഷെ യൂഷ്വലി നമ്മളൊരു കുടുംബത്തിന്റെ മാത്രമായിരുന്ന ഒരു കുഞ്ഞ് സഭയാകുന്ന വലിയ ഭവനത്തിന്റെ അല്ലെങ്കിൽ ഇടവയാകുന്ന വലിയ ഭവനത്തിന്റെ ഒരു കുഞ്ഞായിട്ട് തീരുന്നത് മാമോദീസയിലൂടെ. സോ ടുഡേ ഓൺവേർഡ്സ് ഷീ ഈസ് അവർ ചൈൽഡ്, അവർ സിസ്റ്റർ. നമ്മുടെ തന്നെ ഒരു കുഞ്ഞായിട്ട് നമ്മുടെ സഭയുടെ ഇടവകയുടെ ഭാഗമായിട്ട് മാറുവാണ്. അപ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി അച്ഛൻ ആദ്യം സൂചിപ്പിച്ചു. ഗോഡ് പേരൻസ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് ദ ചൈൽഡ് ടു ഗ്രോ ഇൻ ഫെയ്ത്ത്. അത് അവരോടൊപ്പം നമ്മൾ ഈ ഒരു ഇടവ മുഴുവൻ നമ്മൾ ഏറ്റെടുക്കുകയാണ്. വി വിൽ ഹെൽപ്പ് ഹെയർ to grow in faith, and the family has the responsibility. And also my dear Ivan and Avran, you also have the responsibility to help your little sister to grow in faith. You should be helping her when she grow. You should be the one to help her to grow in faith also. You will be helping in so many ways, right? To help her in so many ways, but the most importantly, you should be the model for her in prayer. Maybe for the family prayer when you are sitting, you will be the model for her how to pray and how to behave in the society for everything. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് കുഞ്ഞിനെ ആ ഒരു വിശ്വാസത്തിൽ വളർത്താൻ നല്ല മാതൃകയായിട്ടും പ്രാർത്ഥനയായിട്ടും സ്നേഹമായിട്ടും കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മാമോദീസയോട് സംഭവിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും we acknowledge that we are the child of God and also she is becoming part of the church. നമ്മുടെ ഭവനത്തിലെ ഒരംഗമായി തീരുന്നു. ഒപ്പം ഈ ഒരു ജീവിതം ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൃപാവരങ്ങളാണ്. ഒന്ന് പരിശുദ്ധാത്മാവും, രണ്ട് വിശുദ്ധ കുർബാനയും. സോ we give her Holy Spirit and also Eucharist. അത് ഒരേ കാലം കഴിഞ്ഞതിന് ശേഷം മേ ബി ആഫ്റ്റർ നമ്മുടെ ഇംഗ്ലീഷ് ചർച്ചിന്റെ ഒക്കെ ട്രഡീഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ സം ഇയേഴ്സ് ഉള്ളിൽ they give this Eucharist and Holy Spirit. പക്ഷെ നമ്മുടെ ഒരു ട്രഡീഷനും നമ്മുടെ ഒരു വിശ്വാസവും she needs Holy Spirit and Eucharist from the very beginning of her life. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാപ്റ്റിസത്തിന്റെ കൂടെ ഈ രണ്ട് കുദാശകളും കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊപ്പം നമ്മൾ സ്വീകരിച്ച മാമോദീസായും നമ്മളെ വിശ്വാസത്തിൽ വളരാൻ സഹായിച്ച നമ്മുടെ ഗോഡ് പേരൻസിനെയൊക്കെ ഓർത്തുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് കുഞ്ഞിന് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. മാമോദിസ വഴി ദൈവപുത്രിയായി തീരുന്ന ഈ ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവെ, മാമോദിസയിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രിയാകാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവെ, ദൈവഹിതം നിറവേറ്റി ജീവിക്കാനുള്ള കൃപാവരം
ഈ ദാസിക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവെ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച നിന്റെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയും ആകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവളുടെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശായുടെയും സഭ മുഴുവന്റെയും തലവനായ മർലിയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ പിതാവായ മാർ ജോയ് പിതാവിനെയും അവരുടെ സഹശുശ്രൂഷികളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകുവാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയന്റെ കീഴിൽ ഒരാലയത്തിൽ ഒന്നുചേർന്ന് നിന്റെ രക്ഷാദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്നേഹമുള്ളവരെ, വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈശോയിലും അവന്റെ സഭയിലുമുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി അപ്പൊ നമ്മുടെ ഈ വിശ്വാസം നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നുള്ള ഗീത ആലപിച്ചുകൊണ്ട് മാമോദീസായുടെയും സേവനത്തിന്റെയും പരികർമ്മത്തിനായിട്ട് മാമോദീസ തൊട്ടിയുടെ സമീപത്തേക്ക് വൈദികരും കുടുംബാംഗങ്ങളും നീങ്ങുന്നു. പാടാം കർത്താവേ
ഒരുക്കമായി കാർമീകൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഗതി ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ നീ തെരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കി